നമസ്കാരം. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്താ പറയുക, ഇന്ന് ഞാൻ നമ്മളെ കാഞ്ഞിരപ്പുഴ ആ ഭാഗത്ത് പോകാനുള്ള ഒരു ഇടയുണ്ടായി. അവിടെ അങ്ങോട്ട് പോകേണ്ട ഒരു ആവശ്യമുണ്ടായി. അപ്പോൾ അവിടെ ഈ കാഞ്ഞിര ജംഗ്ഷൻ മുതൽ അമ്പംകുന്ന് വരെ, മണ്ണാർക്കാട് ഇതിൽ തന്നെ കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിൽ അമ്പംകുന്ന് വരെയുള്ള റോഡ് കണ്ടിരുന്നു. എത്ര സൂപ്പറായിട്ടുണ്ടല്ലോ. ശരിക്കും എല്ലാ പഞ്ചായത്തും ഈ റോഡിന് ഈ കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിൻ്റെ ഈ റോഡിന് ഈ മാതൃകയാക്കണം. അത്രയ്ക്ക് സൂപ്പറായിട്ടുള്ള അത്ര നന്നായിട്ട്, അതായത് ഇൻ്റർലോക്കാണ്. അതായത് കാഞ്ഞിര ജംഗ്ഷൻ വെച്ചിട്ട് തൊട്ട് അമ്പംകുന്ന് വരെ റോഡ് ഇൻ്റർലോക്കാണ്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അത് ഇവിടുന്ന് രാജസ്ഥാനിന് സ്പെഷ്യലായിട്ട് പറഞ്ഞിട്ട് ഇറക്കുമതി ചെയ്തതാണെന്ന് പറഞ്ഞു കേട്ടത്. അതും കൂടാതെ പഞ്ചായത്ത് പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ്, മെമ്പർമാർ, അതുപോലെ അവിടുത്തെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും നേരിട്ടെത്തി ആ റോഡ് പണിയിച്ചാണ്. ഈ ഇൻ്റർലോക്കിട്ട് പണി, ആ റോഡ് ഈ റോഡ് പണി ഉണ്ടല്ലോ, അവരെല്ലാം പഞ്ചായത്ത് പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ്, എല്ലാവരും മെമ്പർമാർ, വാർഡ് മെമ്പർമാരെല്ലാം നേരിട്ട് വന്ന് ആ റോഡ് പണി കഴിപ്പിച്ചാണ്. അതും രാജസ്ഥാനിൽ നിന്നും ഇൻ്റർലോക്ക് കൊണ്ടുവന്നു അവിടുത്തുള്ള ആളുകളും ചേർന്നിട്ടാണ് ഇപ്പോൾ റോഡ് പണി നടന്നത്. നമുക്ക് ആ റോഡിൻ്റെ അർത്ഥം നോക്കാനുണ്ട്. അതൊക്കെ മാതൃകയാക്കേണ്ടതാണ്. എല്ലാ പഞ്ചായത്തിലും, കേരളത്തിലെ എല്ലാ പഞ്ചായത്തിലും എല്ലാവരും ഈ ഇത് മാതൃകയാക്കേണ്ടതാണ്. ആ റോഡ് നോക്കാം എങ്ങനെയാണെന്നൊക്കെ. അത് കണ്ടില്ലേ,
നമ്മൾ കാഞ്ഞിരം മുതൽ അമ്പംകുന്ന് വരെയുള്ള ആ റോഡിൻ്റെ അവസ്ഥ എങ്ങനെയുണ്ട്? എന്താ പഞ്ചായത്ത് അതിൽ, എന്താ പഞ്ചായത്ത് കാഞ്ഞിരപ്പുഴ പഞ്ചായത്ത് ഏകദേശം ഒരു വർഷം മുമ്പ് ഞാൻ ഔദ്യോഗികമായിട്ടും അനൗദ്യോഗികമായിട്ടും അങ്ങോട്ട് പോകേണ്ട പല ആവശ്യങ്ങളുണ്ടായി. ഏകദേശം ഒരു വർഷത്തോളം ആവും ഈ റോഡിൻ്റെ ഈ അവസ്ഥ. കെട്ടിട നികുതി, വീട്ടു നികുതി, ഭൂനികുതി എല്ലാ നികുതികളും പിരിക്കുന്നില്ലേ? കൂടാതെ ഹരിത കർമ്മസേനൻ്റെ അവർ കളക്ട് ചെയ്യുന്ന സാധനങ്ങൾ മറിച്ചു കൊടുക്കുന്നു. അതിന് വരുമാനം ഉണ്ടായിട്ടും ഈ റോഡ് പണി, ഈ റോഡൊന്നും പാച്ച് വർക്ക് ചെയ്യാൻ പോയി നിങ്ങൾക്ക് സമയം കിട്ടില്ല പറഞ്ഞാൽ നാണക്കേടല്ലേ നിങ്ങൾക്കത്? ഇതൊക്കെ കാണുന്നില്ല അത് പ്രസിഡൻറ്റും എല്ലാവരും. അവിടെ ജനങ്ങൾ പ്രതികരിക്കണം. ജനങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പ്രതികരിച്ചിട്ടും കാര്യമൊന്നുമില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. വളരെ കഷ്ടമല്ലത്. ഒരു അവിടെ നിന്നൊക്കെ ഒരു ആശുപത്രി കേസ് വന്നാൽ വാഹനങ്ങൾക്ക് എങ്ങനെ പോകാൻ പറ്റും? ഹോസ്പിറ്റൽ എത്തുമ്പോഴേക്ക് അവർക്ക് എന്തെങ്കിലും സംഭവിക്കില്ല. അല്ലെങ്കിൽ പ്രസവത്തിന് സ്ത്രീകൾ കൊണ്ടുവരുമ്പോൾ ഹോസ്പിറ്റൽ എത്തും, ആ റോഡ് ആ ജംഗ്ഷനിൽ കാഞ്ഞിരം ജംഗ്ഷനിൽ എത്തുമ്പോൾ തന്നെ പ്രസവം കഴിയും. അങ്ങനെ തന്നെ റോഡിൻ്റെ അവസ്ഥ. വളരെ നാണക്കേടാണ്. നിങ്ങൾക്ക് കണ്ടില്ല അതൊക്കെ? കറക്റ്റ് എല്ലാ വീട്ടു നികുതി കെട്ടേണ്ടത് എല്ലാം, കൂടാതെ ഞാൻ പറഞ്ഞ പോലെ കൂടാതെ ഹരിത കർമ്മസേന കൊണ്ട് ആ കളക്ട് ചെയ്യുന്ന സാധനങ്ങൾ കൊടുക്കുന്നു, അതിനും പൈസ കിട്ടുന്നു. എന്നിട്ട് പോലും നിങ്ങൾക്ക് ഇതൊന്നും നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടില്ല പറഞ്ഞാൽ നാണക്കേടല്ലേ പ്രസിഡൻറ്റ്? അവിടുത്തെ ജനപ്രതിനിധികളെ ജനങ്ങൾ പ്രതികരിക്കണം, ശക്തമായി പ്രതികരിക്കണം. നമ്മളുടെ നികുതി കൊണ്ടാണ് ഇവരെല്ലാം നടത്തുന്നത്. ഇവർക്ക് ശമ്പളം അല്ല ജനങ്ങളുടെ നീതി കൊണ്ടാണ്. എന്നിട്ട് ഇത്രയും ഇതുണ്ടായിട്ട് പോലും, വരുമാനം ഉണ്ടായിട്ട് പോലും ഈ റോഡൊന്നും നേരാക്കാനോ ഏകദേശം ഒരു വർഷം മുൻപ് പോകുമ്പോഴും ആ റോഡിൻ്റെ അവസ്ഥ തന്നെയാണ്. വളരെ കഷ്ടമല്ല? എങ്ങനെയുണ്ട് റോഡ്? എല്ലാ പഞ്ചായത്തുകളും മാതൃകയാക്കേണ്ടതല്ല അല്ലേ? വളരെ വളരെ മോശം, നാണക്കേടാണ് ഇതൊക്കെ.